നമസ്കാരം. യുഗങ്ങൾ മാറിമറിഞ്ഞാലും മാറാത്തൊന്നാണ് മനുഷ്യമനസ്സിന്റെ കുടിലതകൾ. അഖണ്ഡഭാരതത്തിന്റെ ശില്പി, ബുദ്ധിരാക്ഷസനായ ആചാര്യ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിലൂടെ ലോകത്തിന് പകർന്നു നൽകിയത് വെറും വാക്കുകളല്ല, മറിച്ച് ജീവിതം പടുത്തുയർത്താനുള്ള അഗ്നിമന്ത്രങ്ങളാണ്. ഒരു പുരുഷന്റെ സൗഭാഗ്യം അവന്റെ പുണ്യവതിയായ ഭാര്യയിലാണ്. എന്നാൽ ഒരു സർപ്പത്തെപ്പോലെ ചതിയൊളിപ്പിച്ചുവയ്ക്കുന്ന സ്ത്രീ ഒരു സാമ്രാജ്യത്തെപ്പോലും തകർത്തെറിയും. ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും പുരാണങ്ങളിലെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും പാഠമുൾക്കൊണ്ട് വിശ്വസ്തതയില്ലാത്ത പങ്കാളിയുടെ 7 ലക്ഷണങ്ങൾ ആചാര്യൻ എപ്രകാരം വിവരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ജാഗ്രത പാലിക്കുക. ഈ അറിവ് നിങ്ങളെ നാശത്തിൽ നിന്ന് രക്ഷിച്ചേക്കാം. ഒന്നാമതായി, അനാവശ്യമായ രഹസ്യങ്ങൾ. ഒരു ഉത്തമയായ ഭാര്യ തന്റെ ഭർത്താവിൽ നിന്ന് ഒന്നും മറച്ചുവെക്കില്ല. ദാമ്പത്യമെന്നത് 2 ശരീരവും ഒരാത്മാവും പോലെ സുതാര്യമായിരിക്കണമെന്നാണ് ഭാരതീയ സങ്കല്പം. എന്നാൽ ചതിക്കുന്ന സ്ത്രീ തന്റെ നീക്കങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുന്നു. ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവൾ പെട്ടെന്നു പ്രകോപിതയാവുകയും കാര്യങ്ങൾ വളച്ചൊടിക്കുകയും ചെയ്യുന്നു. അവളുടെ സംസാരങ്ങളോ യാത്രകളോ സൗഹൃദങ്ങളോ നിഗൂഢമായി മാറുന്നു. വിശ്വാസത്തിനു മുകളിൽ നിഴലുകൾ വീഴുമ്പോൾ അവിടെ ചതിയുടെ വിത്തുകൾ പാകപ്പെടുന്നു. പുരാതനകാലം മുതൽക്കേ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന സ്വഭാവം ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഉള്ളിലൊന്നുവെച്ച് പുറമേ മറ്റൊന്നു കാണിക്കുന്നത് വിനാശകരമാണ്. സത്യം പറയുന്നതിൽ അവൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ പാപത്തിന്റെ അംശമുണ്ടെന്ന് കരുതണം. സ്വന്തം ഭർത്താവിനോടുപോലും സത്യസന്ധത പുലർത്താത്തവൾക്ക് മറ്റാരോടോ ഉള്ള ഉത്തരവാദിത്തം വർദ്ധിച്ചിരിക്കുന്നുവെന്ന് വേണം കരുതാൻ. കൗരവസഭയിൽ ശകുനിയുടെ ചതിപ്രയോഗങ്ങളെ പിന്തുണച്ച ഗാന്ധാരത്തിലെ ചില ഗൂഢാലോചനകൾ പോലെ ഉള്ളിലൊന്നുവെച്ച് പുറമേ മറ്റൊന്നു പ്രവർത്തിക്കുന്നത് നാശത്തിന്റെ തുടക്കമാണ്. ആചാര്യൻ ഇപ്രകാരം പറയുന്നു: അനർത്ഥം, സാഹസം, മായ, മൂർഖത്വം, അതിലുബ്ധത, അശുചിത്വം, ദയാഹീനത്വം, സ്ത്രീണാം ദോഷാഹ സ്വഭാവജാഹ. നുണ പറയുക, സാഹസികമായി തെറ്റുകൾ ചെയ്യുക, ചതി, വിഡ്ഢിത്വം, അമിതമായ ആർത്തി, അശുദ്ധി, ദയയില്ലായ്മ എന്നിവ തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്ന സ്ത്രീകളുടെ സ്വാഭാവിക ദോഷങ്ങളാണ്. 2. ഭർത്താവിനോടുള്ള ബഹുമാനക്കുറവും പരിഹാസവും. ഭർത്താവിനെ മറ്റുള്ളവരുടെ മുന്നിൽ തരം താഴ്ത്തി സംസാരിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്നത് ഒരു പ്രധാന ലക്ഷണമാണ്. അവളുടെ മനസ്സിൽ മറ്റൊരാൾക്ക് സ്ഥാനം ലഭിക്കുമ്പോൾ സ്വന്തം ഭർത്താവ് വെറുമൊരു തടസ്സമായി അവൾക്ക് തോന്നിത്തുടങ്ങുന്നു. ബഹുമാനം നഷ്ടപ്പെടുന്നിടത്ത് പ്രണയവും വിശ്വാസവും നിലനിൽക്കില്ല. സാ ഭാര്യ യാ ശുചിദക്ഷ, സാ ഭാര്യ യാ പതിവ്രത. ശുദ്ധിയുള്ളവളും കാര്യപ്രാപ്തിയുള്ളവളും ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നവളുമാണ് യഥാർത്ഥ ഭാര്യ. ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവൾ ഭർത്താവിനെ ആദരിക്കില്ല. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഭർത്താവിനെ നിസ്സാരമായി കാണുന്ന സ്ത്രീക്ക് ഒരിക്കലും ഒരു നല്ല കുടുംബിനിയാകാൻ കഴിയില്ല. അവളുടെ പരിഹാസങ്ങൾ മൂർച്ചയുള്ള അമ്പുകൾ പോലെ ഹൃദയത്തിൽ തറയ്ക്കും. മറ്റുള്ളവരുടെ നേട്ടങ്ങളെ പുകഴ്ത്തുകയും ഭർത്താവിന്റെ പ്രയത്നങ്ങളെ പുച്ഛിക്കുകയും ചെയ്യുന്നത് അവളുടെ താൽപ്പര്യം മറ്റെവിടെയോ ആണ് നിന്റെ അടയാളമാണ്. വീടിന്റെ സമാധാനം നശിപ്പിക്കാൻ അവൾ ഈ ആയുധം പ്രയോഗിക്കുന്നു. പങ്കാളിയെ പരിഗണിക്കാതെയുള്ള തീരുമാനങ്ങൾ അവൾ ഏകപക്ഷീയമായി എടുക്കുന്നു. ബഹുമാനമില്ലാത്ത ദാമ്പത്യം ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. അഹങ്കാരത്താൽ ഭർത്താവിന്റെ തപസ്സിനെ പരിഹസിച്ച പുരാണങ്ങളിലെ ചില കഥാപാത്രങ്ങൾ എങ്ങനെ അധപ്പതിച്ചു എന്നത് ഇതിനു തെളിവാണ്. 3. ധനത്തോടുള്ള അമിതമോഹം. സ്നേഹത്തേക്കാൾ ഉപരിയായി ഭൗതിക സുഖങ്ങൾക്കും പണത്തിനും പ്രാധാന്യം നൽകുന്ന സ്ത്രീ വളരെ പെട്ടെന്നുതന്നെ വഴിതെറ്റാൻ സാധ്യതയുണ്ട്. ധനികനായ മറ്റൊരു പുരുഷനെ കാണുമ്പോൾ അവൾ തന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാനോ ചതിക്കാനോ മടിക്കില്ല. പണം കൊണ്ട് മാത്രം സന്തോഷം കണ്ടെത്തുന്നവൾക്ക് ധാർമ്മിക മൂല്യങ്ങൾ ഒരു ബാധ്യതയാണ്. പണത്തോടുള്ള ആർത്തി ഒരു മനുഷ്യനെ അന്ധനാക്കുമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. ഒരു മോശം സ്ത്രീ ഭർത്താവിനെ ഒരു പണം സമ്പാദിക്കുന്ന യന്ത്രമായി മാത്രമാണ് കാണുന്നത്. കുടുംബത്തിന്റെ ബജറ്റിനേക്കാൾ ഉയർന്ന ജീവിതശൈലി അവൾ ആഗ്രഹിക്കുന്നു. അത് സാധ്യമാക്കാൻ അവൾ കുറുക്കുവഴികൾ തേടുന്നു. ലളിത ജീവിതത്തെ അവൾ വെറുപ്പോടെയാണ് കാണുന്നത്. മോഹങ്ങൾ അവസാനിക്കാത്തൊരിടത്ത് സമാധാനമുണ്ടാകില്ല. പണത്തിനുവേണ്ടി ആത്മാഭിമാനം വിൽക്കുന്നവൾ കുടുംബത്തിന്റെ നാശത്തിന് വഴി തെളിയിക്കുന്നു. ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക: ലുബ്ധം അർത്ഥേന ഗൃഹിണീയാത്, സ്തബ്ധം അഞ്ജലീകർമ്മണ. ലോഭിയായവനെ, അതായത് ആർത്തിയുള്ളവനെ പണം നൽകി വശരാക്കാം. അതുപോലെ ധനമോഹിയായ ഒരു സ്ത്രീ പണത്തിനുവേണ്ടി ധർമ്മം കൈവിടും. സ്വർണമാനെ മോഹിച്ച സീതയുടെ ആഗ്രഹം രാവണന് വഴി തുറന്നതുപോലെ അറിയാതെയുള്ള തെറ്റാണെങ്കിലും അമിതമോഹം വിപരീത ബുദ്ധിയുള്ളവരിൽ ചതിയുടെ വിത്തുകൾ പാകുന്നു. 4. സംസാരത്തിലെ പരുഷത, ഹാർഷ് ലാംഗ്വേജ്. ഭർത്താവിനോടുള്ള സംസാരത്തിലെ പരുഷത 4ാമത്തെ ലക്ഷണമാണ്. കാരണമില്ലാതെ കലഹിക്കുക, ഭർത്താവിനോട് പരുഷമായി സംസാരിക്കുക എന്നിവ ഒരു കാലത്ത് സ്നേഹനിധിയായിരുന്ന സ്ത്രീയുടെ മാറ്റത്തെ സൂചിപ്പിക്കുന്നു.
അവളുടെ ഹൃദയം മറ്റെവിടെയോ ആണെന്നതിന്റെ തെളിവാണിത്. വാക്കുകൾ ഒരു മനുഷ്യന്റെ ഉള്ളിലിരിപ്പ് വ്യക്തമാക്കുന്നു. വാചാ മുഖേ മധുരത ഹൃദയേതു ഹാലാഹലം. വാക്കുകളിൽ മധുരവും ഹൃദയത്തിൽ ഹാലാഹല വിഷവും സൂക്ഷിക്കുന്നവരെ തിരിച്ചറിയുക. സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് കഠിനമായ വാക്കുകൾ പുറപ്പെടില്ല. എന്നാൽ ചതിയുടെ പാതയിൽ സഞ്ചരിക്കുന്നവർ തങ്ങളുടെ അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ പരുഷമായ ഭാഷ ഉപയോഗിക്കുന്നു. ശാന്തമായി സംസാരിക്കേണ്ട ഇടത്തുപോലും അവൾ ശബ്ദമുയർത്തുന്നു. ചെറിയ കാര്യങ്ങളെ വലിയ തർക്കങ്ങളാക്കി മാറ്റുന്നു. ഭർത്താവിന്റെ വാക്കുകളെ നിരന്തരം തടസ്സപ്പെടുത്തുന്നു. വാക്കുകളിലെ ഈ കടുപ്പം അവളുടെ മാനസികമായ അകൽച്ചയുടെ സൂചനയാണ്. സ്നേഹമില്ലാത്ത വാക്കുകൾ വിഷം പുരട്ടിയ അമ്പുകൾക്ക് തുല്യമാണ്. കുടുംബത്തിലെ ഐശ്വര്യം പടിയിറങ്ങാൻ ഇത്തരം സംസാരങ്ങൾ കാരണമാകുന്നു. രാമായണത്തിൽ കൈകേയിയുടെ വാക്കുകൾ ദശരഥ മഹാരാജാവിന്റെ ഹൃദയത്തെ എങ്ങനെ മുറിപ്പെടുത്തിയെന്നും അത് അയോധ്യയെ എങ്ങനെ കണ്ണീരിലാഴ്ത്തിയെന്നും നാം കണ്ടതാണ്. 5. കുടുംബത്തോടുള്ള അവഗണന. നെഗ്ലക്റ്റിംഗ് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്. കുട്ടികളെയും വീടിനെയും ഭർത്താവിനെയും ശ്രദ്ധിക്കാതെ സ്വന്തം വിനോദങ്ങളിലും അനാവശ്യ കൂട്ടുകെട്ടുകളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചതിയുടെ തുടക്കമാകാം. കുടുംബത്തിന് നൽകേണ്ട സമയം അവൾ അപരിചിതർക്കായി മാറ്റിവെക്കുന്നു. വീട് ഒരു ക്ഷേത്രമാണെങ്കിൽ അവിടത്തെ വിളക്ക് സ്ത്രീയാണ്. ആ വിളക്ക് കുടുംബത്തെ പ്രകാശിപ്പിക്കുന്നതിനു പകരം പുറത്തുള്ളവരെ പ്രകാശിപ്പിക്കാൻ ശ്രമിച്ചാൽ കുടുംബം ഇരുട്ടിലാകും. സ്വന്തം കടമകളിൽ നിന്ന് അവൾ ഒഴിഞ്ഞുമാറുന്നു. വീടിന്റെ ഐശ്വര്യം നിലനിർത്തുന്നതിൽ അവൾക്ക് താൽപ്പര്യമില്ലാതെ വരുന്നു. അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗമോ അനാവശ്യ യാത്രകളോ അവൾക്ക് കുടുംബത്തേക്കാൾ പ്രിയപ്പെട്ടതാകുന്നു. കുട്ടികളുടെ ആവശ്യങ്ങളെ അവഗണിക്കുകയും സ്വന്തം സുഖത്തിനു മുൻഗണന നൽകുകയും ചെയ്യുന്നു. ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഈ ഒളിച്ചോട്ടം അവളുടെ ഹൃദയമാറ്റത്തിന്റെ ലക്ഷണമാണ്. സ്നേഹമുള്ള ഒരു സ്ത്രീക്ക് ഒരിക്കലും തന്റെ കുടുംബത്തെ അവഗണിക്കാൻ കഴിയില്ല. സ്വന്തം മക്കൾക്കിടയിൽ വിവേചനം കാണിച്ച് കുടുംബത്തിന്റെ കെട്ടുറപ്പ് തകർത്ത ഗാന്ധാരിയുടെ ചില നിസ്സംഗതകൾ കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങളെ എത്തിച്ചുവെന്ന് നാം ഓർക്കുക. ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ത്യജേദേകം കുലസ്യാർത്ഥേ ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേത്. ഒരു കുടുംബത്തിനു വേണ്ടി ഒരാളെ ഉപേക്ഷിക്കാം, എന്നാൽ കുലത്തെ നശിപ്പിക്കുന്ന സ്ത്രീയെ തിരിച്ചറിഞ്ഞ് അകലം പാലിക്കണം. ഇത് ചാണക്യന്റെ ഏറ്റവും വലിയ മുന്നറിയിപ്പാണ്. 6. അനാവശ്യമായ സൗഹൃദങ്ങൾ. ക്വസ്റ്റ്യനബിൾ ഫ്രണ്ട്ഷിപ്സ്. ഒരു സ്ത്രീ തന്റെ സ്വഭാവത്തെ മോശമായി സ്വാധീനിക്കുന്ന സ്ത്രീകളുമായോ പുരുഷന്മാരുമായോ നിരന്തരം സമ്പർക്കം പുലർത്തുന്നത് അവിശ്വസ്തതയുടെ ലക്ഷണമാണ്. ദുഷ്ടരായ സുഹൃത്തുക്കൾ അവളെ വഴിതെറ്റിക്കുന്നു. കൂട്ടുകെട്ടാണ് ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നതെന്ന് ചാണക്യൻ എടുത്തുപറയുന്നുണ്ട്. തെറ്റായ ചിന്താഗതിയുള്ള സുഹൃത്തുക്കൾ ദാമ്പത്യത്തിലെ വിള്ളലുകൾ വലുതാക്കാൻ പ്രേരിപ്പിക്കും. ഭാര്യ ഭർത്താവിനേക്കാൾ കൂടുതൽ സമയം ഇത്തരം സുഹൃത്തുക്കൾക്കായി ചിലവഴിക്കുന്നു. ഈ സൗഹൃദങ്ങൾ പലപ്പോഴും രഹസ്യ സ്വഭാവമുള്ളവയായിരിക്കും. ഭർത്താവിനെക്കുറിച്ച് പരാതികൾ പറയാൻ അവൾ ഈ വേദികൾ ഉപയോഗിക്കുന്നു. സമൂഹത്തിൽ മോശമായി അറിയപ്പെടുന്നവരുമായി അവൾ ബന്ധം സ്ഥാപിക്കുന്നു. അവിശ്വസ്തതയുടെ ലോകത്തേക്ക് നയിക്കുന്ന പാലങ്ങളായി ഇത്തരം സൗഹൃദങ്ങൾ മാറുന്നു. ശരിയായ സൗഹൃദം കുടുംബത്തിന് നന്മ നൽകുന്നു, എന്നാൽ തെറ്റായ ഒന്ന് നാശത്തിന് വഴിയൊരുക്കുന്നു. സംസർഗാദ്യാദി ദോഷോ വാ ഗുണോവ. കൂട്ടുകെട്ടിലൂടെയാണ് ഒരാളിൽ ഗുണങ്ങളും ദോഷങ്ങളും വന്നുചേരുന്നത്. മോശമായ കൂട്ടുകെട്ട് സ്ത്രീയെ ചതിയിലേക്ക് നയിക്കുന്നു. 7. ചതിക്കുന്ന ഭാര്യയിലെ ഭാവമാറ്റങ്ങൾ. ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് അമിതമായ ആനന്ദമോ അല്ലെങ്കിൽ കഠിനമായ ദേഷ്യമോ പ്രകടിപ്പിക്കുന്നത് മാനസികമായ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ഭർത്താവിന്റെ സാമീപ്യം അവളിൽ അസ്വസ്ഥത ഉളവാക്കുന്നുണ്ടെങ്കിൽ അത് അപകട സൂചനയാണ്. അവളുടെ മുഖത്തെ ഭാവങ്ങൾ അവളുടെ ആന്തരിക സംഘർഷത്തെ വെളിവാക്കുന്നു. വസ്ത്രധാരണത്തിലും അണിഞ്ഞൊരുങ്ങുന്നതിലും അസാധാരണമായ മാറ്റങ്ങൾ അവൾ വരുത്തുന്നു. എന്നാൽ അത് ഭർത്താവിനെ ആകർഷിക്കാനല്ല എന്നവൻ തിരിച്ചറിയുന്നു. സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരുതരം അഭിനയം പ്രകടമാകുന്നു. ചിലപ്പോൾ അനാവശ്യമായി സ്നേഹം പ്രകടിപ്പിച്ച് അവൾ തന്റെ തെറ്റുകൾ മറയ്ക്കാൻ ശ്രമിക്കുന്നു. അവളുടെ കണ്ണുകൾ നേരിട്ട് നോക്കാൻ അവൾ മടിക്കുന്നു. സ്നേഹം കുറയുകയും കൃത്രിമത്വം കൂടുകയും ചെയ്യുന്നത് ഒരു ബന്ധത്തിന്റെ അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രകൃതിയിൽ മിന്നൽ പിണരുകൾ കൊടുങ്കാറ്റിന് മുൻപുള്ള സൂചനയായതുപോലെ ഈ മാറ്റങ്ങൾ ഒരു വലിയ തകർച്ചയുടെ മുന്നോടിയാണ്. മായയാൽ രൂപം മാറുന്ന അസുര സ്ത്രീകളെപ്പോലെ ഭാവം മാറുന്നവർ ഹൃദയത്തിൽ മറ്റൊരു ലക്ഷ്യം സൂക്ഷിക്കുന്നുണ്ടാകാം. ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. സ്ത്രീണാം ദ്വിഗുണ ആഹാരോ ബുദ്ധിസ്താസാം ചതുർഗുണ സാഹസം ഷഡ്ഗുണം ചൈവ കാമോഷ്ടഗുണ ഉച്യതേ. ഒരു സ്ത്രീ പുരുഷനേക്കാൾ ബുദ്ധിശക്തിയുള്ളവളാണ്. അതുകൊണ്ടുതന്നെ അവൾ ചതിക്കാനിറങ്ങിയാൽ അത് കണ്ടുപിടിക്കുക അസാധ്യമാണ്. അവൾ തന്റെ ആഗ്രഹങ്ങൾക്കായി ഏതറ്റം വരെയും പോകും. ഓർക്കുക, ആചാര്യ ചാണക്യന്റെ ഈ നീതിസൂക്തങ്ങൾ വെറും ആരോപണങ്ങളല്ല, മറിച്ച് തകരാൻ പോകുന്ന കുടുംബങ്ങളെ രക്ഷിക്കാനുള്ള മുൻകരുതലുകളാണ്. ധർമ്മം കാക്കുന്നവനെ ധർമ്മം തിരികെ കാക്കുന്നു. വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും അടിത്തറയിൽ പടുത്തുയർത്താത്ത ഏതൊരു ബന്ധവും മണലിൽ തീർത്ത കൊട്ടാരം പോലെ തകർന്നടിയും. നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കട്ടെ, ബുദ്ധി ഉണർന്നിരിക്കട്ടെ. ഒരു സ്ത്രീക്ക് കുടുംബത്തെ സ്വർഗമാക്കാനും നരകമാക്കാനും സാധിക്കുമെങ്കിൽ ആ സ്വർഗത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത വിവേകിയായ പുരുഷന്റേതാണ്. തിന്മയെ തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തുന്നതാണ് മഹത്തായ ധർമ്മം.
ഈ പുരാതന വിവേകം നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമാകട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ. ജയ് ഭാരത്.